നിങ്ങൾ കേൾക്കുന്ന കഥ സ്നേഹപ്പുല്ലുകൾ പൊഴിയുമ്പോൾ. രചന ചിത്ര. പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറിടെൽ 2021. മയിൽപീലിത്തുണ്ട്. ചിറ്റപ്പൻ തറവാട് വീട് അറ്റകുറ്റം തീർത്ത് പുതുക്കി പണിയാൻ തീരുമാനിച്ചതിനോടനുബന്ധിച്ചാണ് ഞങ്ങളുടെ ടൗണിലെ വീട്ടിലേക്ക് മുത്തശ്ശിയെ കൂട്ടിക്കൊണ്ടുവരാൻ അച്ഛൻ തീരുമാനിച്ചത്. അതിന്റെ ചർച്ചകൾ ഫോണിലൂടെ നടക്കുമ്പോൾ തന്നെ എനിക്ക് അപകടം മണത്തു. ഞാനതപ്പോൾ തന്നെ അച്ഛനോട് പറയുകയും ചെയ്തു. അച്ഛാ, അത് പുലിവാലാകുമല്ലോ എന്ന്. സ്വതവേ മുത്തശ്ശി ഒരു പ്രത്യേക സ്വഭാവക്കാരിയാണ്. ഒരു തരം അടച്ചുകെട്ടിയ പ്രകൃതം. ഉള്ളിൽ എന്താണുള്ളതെന്നൊന്നും അറിയില്ല. അതെന്തായാലും. പക്ഷേ പുറമേക്ക് അങ്ങേയറ്റം പരുക്കനാണ്. സ്നേഹത്തോടെ ഒരു വാക്കോ വിളിയോ കേട്ടതോർമ്മയില്ല. കടുപ്പത്തിൽ രശ്മി എന്നല്ലാതെ മോളെ എന്നുപോലും വിളിക്കാറില്ല. പോരാത്തതിന് പെൺകുട്ടികൾ അങ്ങനെ ചെയ്തൂടാ, ഇങ്ങനെ ചെയ്തൂടാ എന്നൊക്കെ 1001 റെസ്ട്രിക്ഷൻസ് വേറെയും. വല്ല ഓണത്തിനോ വിഷുവിനോ ഒക്കെ അങ്ങോട്ട് കാണാൻ പോകേണ്ടി വരുമ്പോൾ പോലും ഇറങ്ങി ഓടാൻ തോന്നിയിട്ടുണ്ട്. മുത്തശ്ശിക്കാണെങ്കിലും നാട്ടിലെ തറവാട് വിട്ട് ടൗണിൽ വന്ന് താമസിക്കുന്നത് ഒട്ടുമേ ഇഷ്ടമുള്ള കാര്യമല്ല. പണ്ട് അമ്മയുടെ മെറ്റേണിറ്റി ലീവ് കഴിഞ്ഞ സമയത്ത് കുഞ്ഞിനെ എന്നുവെച്ചാൽ എന്നെ കേട്ടോ, പുതിയ ജോലിക്കാരിയെ ഏൽപ്പിച്ച് ഓഫീസിൽ പോയി തുടങ്ങിയപ്പോ എപ്പോഴോ അമ്മമ്മയ്ക്ക് എന്തോ അത്യാവശ്യത്തിന് തറവാട്ടിലേക്ക് കുറേ നാൾ മാറി നിൽക്കേണ്ടി വന്നുപോലും. ആ സമയത്ത് 1 മാസം ഒരു മേൽനോട്ടത്തിനായി അച്ഛൻ മുത്തശ്ശിയെ ഇവിടെ വിളിച്ചുകൊണ്ടുവന്ന് താമസിപ്പിച്ചതിനെക്കുറിച്ച് ഇപ്പോഴും പറയും, ജയിലിലിട്ട പോലെയെന്ന്. ഒന്നാമത്തെ കാര്യം, തറവാടും. Sample complete. Ready to continue?